സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനം 149 ഒരു പടയണിപ്പാട്ടാണ്. യുദ്ധമുറകളുടെ ചടുലതയും സ്തുതിയുടെ മിഴിവുമുണ്ടതിന്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ നാം ഘോഷിക്കുന്ന ആഘോഷിക്കുന്ന വചനത്തിൻ്റെ ആവേഗം തന്നെയാണിത്. ദ സെസ്റ്റ് ഓഫ് ദ വേർഡ് പ്രൊക്ലെയിംഡ്. ഇരുതലവാളിനെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ പരാമർശമുണ്ടല്ലോ. അത് ദൈവവചനമാകുന്ന വാൾ തന്നെയാണെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ മഹത്വം അണിയിക്കുന്ന വഴിയാണിത്. പായാർ എന്നൊരു ഹീബ്രു വാക്കുകൊണ്ട് ഈ അലങ്കാരത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. അനന്യമായൊരു പദപ്രയോഗമാണിത്, മഹത്വത്താൽ അലങ്കരിക്കുന്ന വഴികളെ സൂചിപ്പിക്കുന്നത്. പക്ഷേ മരം പിടിച്ചു കുലുക്കുക എന്നർത്ഥം വരുന്നൊരു മൂലമുണ്ട് ഈ പദത്തിന്. വചനവാൾ നമ്മെ കഠിനമായി ആത്മശോധനയുടെ വഴികളിലൂടെ കടത്തിവിട്ട് തെറ്റുതിരുത്തലിന് ക്ഷണിക്കുന്നുവെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം കാഴ്ചവെക്കുന്ന ആ വിചാരം ഇവിടെ ചേർത്ത് വായിക്കണം. വചനത്തിൻ്റെ ആവേഗത്തെ കുറിക്കുന്ന ആ വാക്യം നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ, ഏഷ്യ 55. ആ പാഠഭാഗവും ഈ അലങ്കാരത്തെ വിവരിക്കുന്നുണ്ട്. ഏഷ്യ 55:5. ഇന്ന് 1 യോഹന്നാൻ 5:14 മുതൽ വിശ്വാസം, സ്നേഹം, അനുസരണം, വിജയം എന്നിവ നാഴികക്കല്ലുകളാകുന്ന ക്രിസ്തീയ സമരവീതിയെ കുറിക്കുന്നുണ്ട്. വിശ്വാസവും സ്നേഹവും അനുസരണവും ജീവിത തലങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഉണർത്തുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവിക വിജയം കൂടിയുണ്ട് എന്ന് മറക്കരുത്. വിശ്വാസ പരീക്ഷകളെ സ്നേഹത്തിലും ആനന്ദത്തിലും തരണം ചെയ്യുക. ഇത് ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിൽ മാത്രമല്ല, ആ ക്രിസ്തുവാനുഭവം, ദൈവമനുഷ്യ സാരൂപ്യം, സമന്വയം നമ്മുടെ ജീവിത വഴികളിലും ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ്. ദൈവത്തെ കൂടാതെ മനുഷ്യനായി എനിക്ക് പരിപൂർണതകളില്ല എന്ന് തിരിച്ചറിഞ്ഞ് പുലർത്തുന്നിടത്ത് ഇത് ദൈവഹിതത്തോട് അനുരൂപമാകുന്ന ഒരു ജീവിതനിഷ്ഠ തന്നെയാണ്. അത് ഹൃദയപൂർവകമായ ആരാധനയും ജീവിതശൈലിയും പ്രകടമാക്കുന്നു. സ്നേഹത്താൽ പ്രോജ്വലമായ ഊർജ്ജസ്വലമായ വിശ്വാസം. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന സങ്കീർത്തനം 149 സമരവീര്യവും സാരാംശവും തന്നെയാണിത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പോലെ. ഇന്ന് യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥനയുടെ ഈ ഗതിയെ അടയാളപ്പെടുത്തുന്നതും വെറുതെ അല്ലല്ലോ. ഇന്ന് സ്നാപക യോഹന്നാൻ ഈ ക്രിസ്തുബദ്ധമായ ആനന്ദത്തെ തന്നെയാണ് കുറിക്കുന്നത്. യോഹന്നാൻ 3:22 മുതൽ. കാര കൈറേ, ആനന്ദത്താൽ ഞാൻ ആനന്ദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ മണവാളന് തൻ്റെ ദിവ്യ മണവാട്ടിയോടുള്ള പ്രണയ സാഫല്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് യോഹന്നാൻ. സ്നാപകൻ പ്രകാശത്തിൻ്റെ സാക്ഷിയാണ്, ക്രിസ്തുവാം വചനത്തിൻ്റെ ഭേരിയുമാണ്, വിറ്റ്നസ് ഓഫ് ദ ലൈറ്റ് ആൻഡ് വോയിസ് ഓഫ് ദ വേർഡ്. ക്രിസ്തു വളരട്ടെ, ഞാൻ തളരട്ടെ എന്ന് സ്നാപകൻ പറയുമ്പോൾ അത് താരോദയങ്ങളുടെയും താരാസ്തമയങ്ങളുടെയും ഭാഷ കൂടിയാണ്. യോഹന്നാൻ ശ്ലീഹ നമ്മോടിന്ന് പറയുന്നുണ്ട് നമുക്കുണ്ടാകേണ്ട ആത്മധൈര്യത്തെക്കുറിച്ച്. പരഹേസ്യ, സത്യത്തിൽ നിന്നുളവാകുന്ന ധൈര്യമാണത്. ദൈവകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ധൈര്യം. ഹെബ്രായർ 4:16. കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാനുള്ള ഒരു ആന്തരിക ശക്തിയാണത്. സങ്കീർത്തനം 149 ആഘോഷിക്കുന്ന ആ ദൈവാരൂഢം അത് കരുണ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കണ്ണീർപ്പാടങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആനന്ദത്തിൻ്റെ തിരിച്ചുവരവുകൾ നടത്തുമെന്ന് മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനം 126 പറയും പോലെ ഏറ്റുപറച്ചിലുകളുടെ രക്ഷാവീതിയാണത്. കൺഫെഷൻസ്. ക്രിസ്തു നാഥനാണ് എന്ന് ഏറ്റുപറയുന്നതും ഞാൻ പാപിയും ദൈവകരുണ വേണ്ടുന്നവനുമാണ് എന്ന് ജീവിതം കൊണ്ടുള്ള ഏറ്റുപറച്ചിലും.